നമ്മളിവിടെ ഭൈരവസ്ഥാനത്തിലുള്ള നേപ്പാൾ ഭൈരവസ്ഥാൻ എന്ന സ്ഥലത്തുള്ള ഭൈരവ ക്ഷേത്രത്തിലാണ് ഉള്ളത്. ഒരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഞങ്ങളിപ്പോൾ വന്നിരിക്കുകയാണ്. ഒരു നല്ല നമ്മൾ വയനാട് ചുരമൊക്കെ കയറുന്ന പോലെയുള്ള അങ്ങനെയുള്ള ഹെയർ പിൻ ആയിട്ടുള്ള വളവുകളും ആയിട്ടുള്ള ഡ്രൈവായിരുന്നു. പക്ഷേ എന്നാലും ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നിറയെ മലകൾ നിറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. ഇതിൻ്റെ പ്രധാന ശ്രീകോവിൽ അടഞ്ഞു കിടക്കുകയാണ്. അത് നമുക്ക് തുറന്ന് കാണാൻ പറ്റില്ല, ആർക്കും ദർശനം ഇല്ലാതെ. ഒരു പ്രാവശ്യം അത് ഒരു ശരിക്കുള്ള ദർശനം ഉണ്ടായിട്ട് ഒരാൾ മരണം സംഭവിച്ചതിന് ശേഷമാണ് അത് അടച്ചിടാൻ തുടങ്ങിയത് എന്നാണ് പണ്ഡിറ്റ്ജി പറയുന്നത്. പക്ഷേ അതിന് അടുത്തായിട്ട് നമുക്ക് പോയി തൊഴാൻ പറ്റുന്ന ഒരു ഭയപ്പെടുത്തുന്ന അല്ലാത്ത ഒരു ശാന്തമായിട്ടുള്ള ഒരു രൂപത്തിലുള്ള ഒരു ഭഗവാന്റെ ഒരു പ്രതിഷ്ഠ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് തൊഴാനുള്ള ഒരു അനുവാദമുണ്ട്. പിന്നെ അപ്പുറത്ത് ദുർഗാദേവിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്, അതും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, തൊഴാൻ പറ്റും. പിന്നെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ അമ്പലങ്ങളിൽ ഒറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യില്ല, അതുപോലെയല്ല, അരിയും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ടിട്ടുള്ള നെയ്യൊക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ല കട്ടിയുള്ള ഒരു 10 രൂപ പോലെയുള്ള ഒരു പ്രസാദം അത് നമുക്ക് താഴെ വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് അതും തേങ്ങ പുഷ്പങ്ങൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ട്രേ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഭഗവാന് സമർപ്പിക്കാൻ പറ്റും. അത് ഭഗവാന് സമർപ്പിച്ചിട്ട് നമുക്ക് പ്രസാദം തിരിച്ചു കിട്ടും. ഇതാണ് ഭൈരവ ക്ഷേത്രം. അവിടെ കാണുന്നത് പ്രസാദമാണ് വെച്ചിരിക്കുന്നത്, കണ്ടോ? അത് നമുക്ക് എടുത്തു തരും.